വയനാട് ലക്കിടിയിലും കടുവാ സാന്നിധ്യമെന്ന് നാട്ടുകാർ. ലക്കിടി അറമലയിൽ വനംവകുപ്പ് ജീവനക്കാരെയും RRT സംഘത്തെയും നാട്ടുകാർ തടഞ്ഞ് പ്രതിഷേധിക്കുകയാണ്. അധികാരികൾ വരാതെ ഇവിടെ വന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ വിടുന്നതല്ല. ഇവിടെ മനുഷ്യന്റെ ജീവനും സ്വത്തും വലിയ പ്രയാസത്തിലാണ്. കുഞ്ഞുമക്കൾ പഠിക്കാൻ പോകുന്ന സമയമാണ്. 7:45 സമയത്താണ് ഇതിനെ കണ്ടുകിട്ടിയത്. ഇത് ഞങ്ങൾക്ക് ഭയങ്കര ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി വന്ന് കൂട് ഉൾപ്പെടെ വെച്ച് ഇതിനെ പിടിച്ചു കൊണ്ടുപോകണം, അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിടണം. എങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുന്ന അവസ്ഥയുള്ളൂ. അത് മതി. ഇപ്പം ചാനൽ വരും. M. കമൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കമൽ, ആ പ്രദേശത്ത് കടുവാ സാന്നിധ്യം അത് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? എന്താണ് നാട്ടുകാരൊക്കെ പറയുന്നത്? അവരുടെ ആശങ്ക അവർ പങ്കുവയ്ക്കുന്നുണ്ടോ? പൂജ, നേരത്തെ തന്നെ ഈ മേഖലയിൽ കടുവാ സാന്നിധ്യം ഉള്ളതാണ്. താമരശ്ശേരി ചുരത്തിന്റെ ഭാഗങ്ങളിലൊക്കെ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പലപ്പോഴും കടുവയെ കണ്ടിട്ടുണ്ട്. ആ ഭാഗത്ത് പലപ്പോഴും കടുവയുടെ സാന്നിധ്യം ഉള്ളതാണ്. ഇന്നൊരു ബൈക്ക് യാത്രികൻ കടുവയെ കണ്ടു എന്ന് വിവരം അറിയിച്ചതിനെ തുടർന്നാണ് RRT സംഘം അവിടെ എത്തിയത്. അപ്പോഴാണ് പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ ആളുകൾ RRT സംഘത്തെ തടഞ്ഞു വെച്ചത്. ആ മേഖലയിൽ ഏതെങ്കിലും വളർത്തുമൃഗങ്ങളെ വേട്ടയാടുകയോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പലപ്പോഴും വനമേഖലയും അതുപോലെ തോട്ടം മേഖലയും ഇടകലർന്ന് കിടക്കുന്ന പ്രദേശമാണ്. പലപ്പോഴും ആളുകൾ കടുവയെ ആ മേഖലയിൽ കണ്ടിട്ടുണ്ട്. റോഡ് മുറിച്ചു കിടന്നൊക്കെ കടുവ പോയിട്ടുണ്ട്, ചുരത്തിലടക്കം. അത്തരത്തിൽ സാന്നിധ്യം നേരത്തെയുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ വളർത്തുമൃഗങ്ങളെ വേട്ടയാടുകയോ അത്തരം സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും നാട്ടുകാർ ഇന്നും കടുവയെ കണ്ടതോടെ, പ്രത്യേകിച്ച് ഈ മാനന്തവാടിയിലെ സംഭവം നടന്ന സാഹചര്യത്തിൽ കൂടിയാണ് നാട്ടുകാരുടെ പ്രതിഷേധം. ശരി, അവിടുത്തെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത്. വനവകുപ്പ് ജീവനക്കാരെയും RRT സംഘത്തെയും ഒക്കെ നാട്ടുകാർ തടഞ്ഞ് പ്രതിഷേധിക്കുകയാണ്. ഫോറസ്റ്റ് വരാതെ, ബന്ധപ്പെട്ട അധികാരികൾ വരാതെ